കയ്യിലിപ്പോൾ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് KS തയ്യാറാക്കിയ കുറച്ച് ഇൻഫോഗ്രാഫിക്സുകളാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ വീടുകളിലെ ചില സാധാരണ സാധനങ്ങൾ എങ്ങനെ ജനിതക ശത്രുക്കളായി മാറുന്നു എന്നാണ്. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും നമ്മൾ ദിവസവും കാണുന്ന പക്ഷെ അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണിത്. അപ്പോ നമുക്ക് കൊതുകുതിരിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അത് നല്ലതാണ്. ഇതിലെ ആദ്യത്തെ പോയിന്റ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഒരു കൊതുകുതിരി കത്തിക്കുന്നത് ഏകദേശം ഒരു 75നും 100നും ഇടയിൽ സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണത്രേ. ആ ഒരു താരതമ്യം തന്നെ അതിന്റെ ഗൗരവവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ഈ പുകയിലുള്ളത്? അതുണ്ടല്ലോ, ഇതിലെ പ്രധാന വില്ലന്മാർ ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് പോലുള്ള ചില രാസവസ്തുക്കളാണ്. ഇത് നമ്മുടെ ശ്വാസകോശത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യം സോഴ്സിൽ പറയുന്നുണ്ട്: DNA നാശം. DNA നാശം? അത് സാധാരണക്കാർക്ക് എങ്ങനെയാണ് ബാധകമാകുന്നത്? അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് DNA. അതിനൊരു കേടുപാട് സംഭവിച്ചാൽ കോശങ്ങളുടെ പ്രവർത്തനം മൊത്തത്തില് താളം തെറ്റും. ഓഹോ. ഇത് ദീർഘകാലത്തേക്ക് പലതരം അസുഖങ്ങൾക്കൊരു കാരണമായേക്കാം. അപ്പോ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ പുക നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണോ? അതെ, അതാണ് അതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സത്യം. ഇതിനൊരു പരിഹാരമില്ലേ? അടച്ചിട്ട മുറികളിൽ ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഏറ്റവും നല്ലതും സുരക്ഷിതവുമായ മാർഗം കൊതുകുവല തന്നെയാണ്. ശരി. അതല്ലാതെ വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ കൊതുകിന്റെ ശല്യം ഒരുപാട് കുറയ്ക്കാം. പ്രശ്നത്തിന്റെ മൂല കാരണം തന്നെ ഇല്ലാതാക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലേ? ശരിയാണ്. അപ്പോൾ വായുവിലെ അപകടം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിലേക്ക് വരാം. അവിടെയും നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഇൻഫോഗ്രാഫിക് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അത് ഒരുപാട് വീടുകളിൽ സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ്. കൂടുതൽ വൃത്തിയാകട്ടെ എന്ന് കരുതി ബ്ലീച്ചിങ് പൗഡറും പിന്നെ ഈ അമോണിയയോ ആസിഡോ ഒക്കെ അടങ്ങിയ മറ്റു ക്ലീനറുകളും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ക്ലോറമീൻ എന്നൊരു വിഷവാതകം ഉണ്ടാകുന്നുണ്ട്. ക്ലോറമീൻ അത് എത്രത്തോളം അപകടകാരിയാണ്? ശരിക്കും പറഞ്ഞാല് 1ാം ലോക മഹായുദ്ധത്തിലൊക്കെ രാസായുധമായി ഉപയോഗിച്ച ക്ലോറിൻ ഗ്യാസിന് സമാനമായ ഒന്നാണിത്. അത്രയ്ക്കും അപകടമോ? അതെ. ഇത് ശ്വസിച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു പൊള്ളൽ ഉണ്ടാവുന്നത് പോലെയാണ്. നമ്മൾ വീട് വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ ഒരു ചെറിയ രാസായുധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു, അല്ലേ? സത്യമാണ്. ഇതിനുള്ള പരിഹാരം വളരെ എളുപ്പമാണല്ലോ. ഇവയൊന്നും കൂട്ടിക്കലർത്താതിരുന്നാൽ മതി. അതെ, ആ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മുടെ അടുത്ത വിഷയം പ്ലാസ്റ്റിക്. ഇൻഫോഗ്രാഫിക് ഇതിനെ ജനിതക ശത്രുക്കൾ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് BPA, താലേറ്റ്സ് എന്നിവയൊക്കെ അടങ്ങിയ പ്ലാസ്റ്റിക്കുകളെ. എന്തുകൊണ്ടാണ് ആ ഒരു പേര് വരാൻ കാരണം? കാരണം ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ പോലെ പ്രവർത്തിക്കും. നമ്മുടെ ശരീരത്തിലെ സന്ദേശവാഹകരാണല്ലോ ഹോർമോണുകൾ. ഈ രാസവസ്തുക്കൾക്ക് അവയുടെ രൂപമുള്ളതുകൊണ്ട് ശരീരം കബളിപ്പിക്കപ്പെടും. അതായത് ശരിയായ സന്ദേശങ്ങൾക്ക് പകരം തെറ്റായ നിർദ്ദേശങ്ങൾ കോശങ്ങൾക്ക് കിട്ടും. ഇത് കുട്ടികളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ശേഷിയെയും വരെ ബാധിക്കാം. എപ്പോഴാണിത് ഏറ്റവും അപകടകരമാവുന്നത്? ചൂടുള്ള ഭക്ഷണം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കുമ്പോഴാണോ? അതെ, അതാണ് പ്രധാനം. ചൂടുള്ളതോ എണ്ണമയമുള്ളതോ ആയ ഭക്ഷണങ്ങൾ ഇത്തരം പ്ലാസ്റ്റിക്കുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ രാസവസ്തുക്കൾ വളരെ പെട്ടെന്ന് ഭക്ഷണത്തിൽ കലരും. അപ്പോ അതിനും ഒരു എളുപ്പ വഴിയുണ്ടല്ലോ. ഉണ്ട്. പ്ലാസ്റ്റിക്കിന് പകരം ചില്ല് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. അതൊരു ശീലമാക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് 3 കാര്യങ്ങളാണ്: കൊതുകുതിരി, ക്ലീനിങ് ലായനികൾ, പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ. നമ്മുടെ നിത്യജീവിതത്തിലെ വളരെ നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും എത്ര ശ്രദ്ധ വേണമെന്നുള്ളൊരു വലിയ ഓർമ്മപ്പെടുത്തലാണിത്. തീർച്ചയായും നമ്മുടെ ശ്വാസത്തെയും DNA-യെയും വരെ സ്വാധീനിക്കാൻ കഴിവുള്ള വസ്തുക്കൾ നമ്മുടെ വീടിനുള്ളിൽ തന്നെയുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇതെന്നെ മറ്റൊരു ചിന്തയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതെന്താണ്? നമ്മൾ ഇന്ന് സംസാരിച്ചത് നമുക്ക് അറിയാവുന്ന അപകടങ്ങളെ കുറിച്ചാണ്. ഇതുപോലെ ഇനിയും നമ്മൾ തിരിച്ചറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങളായിരിക്കും നമ്മുടെ വീടുകളിലെ മറ്റു സാധാരണ വസ്തുക്കൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്?